ഉളുപ്പുണ്ടോ ഗോവിന്ദ? ഉളുപ്പുണ്ടോ ഗോവിന്ദ? ചോദിക്കുകയാണ് ജി സുധാകരൻ സഖാവ് ചോദിക്കുകയാണ്. എടോ നാണമില്ലടോ, നാണമില്ലടോ? ചടയൻ ഗോവിന്ദനൊക്കെ ഇരുന്ന ആ കസേരയിൽ ഇരിക്കാൻ നാണം ആകുന്നില്ലടോ അപ്പം ഗോവിന്ദ എന്ന് ചോദിക്കുമ്പോ, എന്റെ അപ്പം ഗോവിന്ദ പോയി തൂങ്ങി ചത്തൂടോ, തനിക്ക് തൂങ്ങി ചത്തൂടെ അല്ലേ? ഇതിൽപ്പൊരു നാണക്കേടുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയോട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയോട് ഇങ്ങനെ ഒരു സഖാവ് ചോദിച്ചിട്ടുണ്ടോ? തനിക്കൊക്കെ നാണമാകുന്നില്ലടോ ആ കസേരയിൽ ഇരിക്കാൻ എന്ന് ചോദിക്കുന്നതാൻ. അങ്ങനെ ചോദിക്കാൻ കരളുറപ്പുള്ള, നെഞ്ചുറപ്പുള്ള യഥാർത്ഥ സഖാവ് ആരാണ്? ജി സുധാകരനാണ്. CH കണാരന്റെയും AKG യുടെയും EMS ന്റെയും കാലത്ത് പാർട്ടിയിൽ വന്നയാളാണ് ഞാൻ. അതെ, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജി സുധാകരൻ പറയാണ്, ഞാനേ ചടയന്റെ കൂടെ, EMS ന്റെ കൂടെ, AKG യുടെ കൂടെ പ്രവർത്തിച്ചവനാണ്. അന്നൊന്നും ഇമ്മാതിരി MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളില്ല, പാർട്ടിയിലില്ല. താൻ എന്നിട്ട് എന്നെ പഠിപ്പിക്കുകയാണ്, എന്നെ വർഗവഞ്ചകൻ, ചതിയൻ എന്ന് വിളിക്കുകയാണ് അല്ലേ? താൻ മിണ്ടിപ്പോകരുതോ എന്ന് ആജ്ഞാപിക്കുകയാണ് ജി സുധാകരൻ. CPM-ൽ ആകെ തെറ്റുപറ്റിയത് 3 ആൾക്കാർക്കാണ്. CPM-ൽ ആകെ തെറ്റുപറ്റിയത് പിണറായി വിജയന് തെറ്റുപറ്റില്ല. പിണറായി വിജയന് തെറ്റുപറ്റുകയില്ല, അപ്പം ഗോവിന്ദന് തെറ്റുപറ്റുകയില്ല. അതേപോലെ ഈ പെട്ടിതൂക്കികളായ ജില്ലാ സെക്രട്ടറിമാർക്കൊന്നും തെറ്റുപറ്റുകയില്ല. തെറ്റുപറ്റിയത് വി കുഞ്ഞികൃഷ്ണൻ സഖാവിന് തെറ്റുപറ്റി. കാരണം എന്താണ്? രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുമോ? രക്തസാക്ഷി ഫണ്ട് സഖാക്കൾ പിരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അത് കക്കും, കട്ടുമുടിക്കും, നക്കിത്തുന്നും ഒക്കെ ചെയ്യും രക്തസാക്ഷി ഫണ്ട്. പക്ഷെ ചോദിക്കാൻ പാടില്ല. വി കുഞ്ഞികൃഷ്ണൻ സഖാവ് അത് ചോദിച്ചു, അതിന്റെ കണക്ക് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടോ? പിടിച്ചു പുറത്താക്കി. സ്വരാജിനെ കൊണ്ട് വിളിപ്പിച്ചു, കള്ളൻ, ഇയാൾ കള്ളനാണ്. ആര്? വി കുഞ്ഞികൃഷ്ണൻ സഖാവ് കള്ളനാണ്. കാരണം എന്താ? കുഞ്ഞികൃഷ്ണൻ സഖാവ് പാർട്ടി വിരുദ്ധമായ പ്രവർത്തനം നടത്തി. എന്താ പാർട്ടി വിരുദ്ധ പ്രവർത്തനം? കണക്ക് ചോദിച്ചു. എന്ത് കണക്ക്? രക്തസാക്ഷി ഫണ്ട് കട്ടതിന്റെ കണക്ക്. മാത്രമല്ല ഒരുപാട് അത്തരത്തിലുള്ള കട്ടുപിടിച്ചതിന് കണക്കുകൾ ചോദിച്ചു. പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇതൊക്കെ കട്ടു. ഈ കട്ടതിന്റെ കാര്യം ചോദിച്ചു. എങ്ങനെയാണ്? അത് സമ്മതിക്കാൻ പറ്റില്ല, അതോട് പിടിച്ച് പുറത്താക്കി. എന്നിട്ട് ഈ കട്ടവനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. അതാണ് പാർട്ടി. CPM എന്ന് പറഞ്ഞ പാർട്ടി രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചവനെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് എന്ത് ചെയ്തത്? അവിടെ മത്സരിച്ചത്. അപ്പം പറഞ്ഞു, അതിന് മുന്നേ മൂപ്പരൊരു പുസ്തകം ഇറക്കി. കുഞ്ഞികൃഷ്ണൻ സഖാവ് നേരത്തെ തന്നെ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ പേരാണ് നേതൃത്വത്തെ അണികളാണ് തിരുത്തേണ്ടത്. ആ പുസ്തക പ്രകാശന ചടങ്ങിലെ ഒരുപാട് സഖാക്കൾ പങ്കെടുത്തിരുന്നു. അപ്പോഴൊക്കെ പെട്ടിതൂക്കി സെക്രട്ടറി പറഞ്ഞത് അതൊക്കെ UDF-ന്റെ ആൾക്കാരാണ്, അതൊക്കെ ഇസ്ലാമിക തീവ്രവാദികളാണ്, അതല്ലാതെ നമ്മുടെ ആൾക്കാരൊന്നും, സഖാക്കളൊന്നും, യഥാർത്ഥ സഖാക്കൾ പോകില്ല. കുഞ്ഞികൃഷ്ണന്റെ കൂടെ ആര് പോകാൻ? എന്നിട്ട് വി കുഞ്ഞികൃഷ്ണന്റെ വീട്ടിന്റെ മുന്നിൽ പോയി പടകം പൊട്ടിക്കല്, പൊട്ടിക്കല്, ബോംബേറ്, കത്തിയേറ്, അങ്ങനെ സകലമാന അഭ്യാസങ്ങളും നടത്തി. ഇതൊക്കെയാണല്ലോ സാധാരണ ചെയ്യുക. എന്തോ ഭാഗ്യത്തിന് വി കുഞ്ഞികൃഷ്ണൻ സഖാവിനെ 51 വെട്ടി കൊന്നില്ല. കാരണം അത്തരം പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ തൽക്കാലം ജയിലിലായതുകൊണ്ട് ഇവർക്ക് പുതിയ കൊട്ടേഷൻ സംഘത്തെ കിട്ടിയില്ല. അതുകൊണ്ട് മാത്രം വി കുഞ്ഞികൃഷ്ണൻ സഖാവ് രക്ഷപ്പെട്ടു. കാർ കത്തിച്ചു, അതൊക്കെ ചെയ്തു. വി കുഞ്ഞികൃഷ്ണൻ സഖാവിന് പിന്തുണ പ്രഖ്യാപിച്ച ആളുടെ കാറ് പോയി കത്തിച്ചു, ഒരു ബൈക്ക് കത്തിച്ചു. കുഞ്ഞികൃഷ്ണൻ സഖാവ് വീട്ടിലില്ലാത്തപ്പോഴാണ് വീടിന്റെ മുന്നിൽ ഭയങ്കര ബോംബ് പൊട്ടിക്കലും പടക്കം പൊട്ടിക്കലും വീട്ടുകാരെ പരിഭ്രാന്തരാക്കലും. കുഞ്ഞികൃഷ്ണൻ സഖാവിനെ ആരൊക്കെ പിന്തുണച്ചിരുന്നോ അവരെയൊക്കെ വീടുകൾ ആക്രമിച്ചു. ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തു കഴിഞ്ഞ അവസാനം വി കുഞ്ഞികൃഷ്ണൻ സഖാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ പറഞ്ഞു, അയാൾക്ക് ആര് വോട്ട് ചെയ്യാൻ ഒരു വോട്ട് പോലും കിട്ടില്ല, അയാളുടെ സ്വന്തം വോട്ട് പോലും കിട്ടിയില്ല. അവസാനം പയ്യന്നൂർ പോലുള്ള സ്ഥലത്ത് 1/2 ഭൂരിപക്ഷത്തിന് പാർട്ടി സഖാക്കൾ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ വി കുഞ്ഞികൃഷ്ണൻ സഖാവ് വിജയിച്ചു അല്ലേ? എന്നിട്ട് ഇപ്പോൾ ഉളുപ്പില്ലാതെ ഈ MV ജയരാജൻ എന്ന് പറയുന്ന ഉളുപ്പില്ലാത്തവൻ പറയുകയാണല്ലോ, വി കുഞ്ഞികൃഷ്ണൻ സഖാവ് തെറ്റുപറ്റിയതാണ്. ഈ തെറ്റുപറ്റിയത് കുഞ്ഞികൃഷ്ണൻ സഖാവിനാണ്. സഖാവെ തിരിച്ചു വരൂ, എന്നിട്ട് പ്രായശ്ചിത്തം ചെയ്യൂ, ഞങ്ങളുടെ കാൽക്കൽ വീണ് കിടന്നിട്ട് നമസ്കരിച്ചിട്ട് പറയൂ, രക്തസാക്ഷി ഫണ്ട് കക്കുന്നത് നല്ലതാണ്, അങ്ങനെ പറയൂ. രക്തസാക്ഷി ഫണ്ട് എന്തിനുള്ളതാണ്? രക്തസാക്ഷി ഫണ്ട് കട്ടുപിടിക്കാനുള്ളതാണ്, നക്കി തിന്നാനുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇൻകിലാബ് വിളിക്കൂ, സിന്ദാബാദ് വിളിക്കൂ, എങ്കിൽ തിരിച്ചെടുക്കാം. നല്ല കണ്ടീഷനാണല്ലേ?
അപ്പൊ വി കുഞ്ഞികൃഷ്ണൻ സഖാവ് അതിനുള്ള തക്ക മറുപടി ഇന്നലെ തന്നെ കൊടുത്തു തക്ക മറുപടി. അപ്പൊ സത്യം വിളിച്ചു പറയാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ ടി കെ ഗോവിന്ദനെ മൂപ്പരുടെ ഭാര്യയെ തന്നെ തോൽപ്പിച്ചു കളഞ്ഞ ഗോവിന്ദന് സഹിക്കോ? ആ തളിപ്പറമ്പ് സീറ്റ് പോയില്ലേ? തളിപ്പറമ്പ് സീറ്റ് മൂപ്പരിങ്ങനെ എന്താ പറയാ, മൂപ്പര് കുടുംബപരമായി കൈവശം വെച്ചതായിരുന്നു. മൂപ്പരില്ലെങ്കിൽ ഭാര്യ, ഭാര്യ ഇല്ലെങ്കിൽ മൂപ്പര്, മൂപ്പരില്ലെങ്കിൽ ഭാര്യ, ഭാര്യ ഇല്ലെങ്കിൽ മൂപ്പര്, അങ്ങനെ അപ്പം മറിച്ചും ചുടുന്ന പോലെ ചുടുകയായിരുന്നു തളിപ്പറമ്പ്. അവിടെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി തെറ്റിപ്പോയി എന്ന് ജില്ലാ കമ്മിറ്റി മൊത്തം പറഞ്ഞു. ആര് കേൾക്കാൻ? ശ്യാമളയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. അതിൽ പ്രതിഷേധിച്ച് ടി കെ ജി പുറത്തു വന്നു, ടി കെ ഗോവിന്ദൻ പുറത്തു വന്നു, അവിടെ മത്സരിച്ചു. ഇതേപോലെ ടി കെ ഗോവിന്ദൻ ആദ്യം കൂക്കി വിളിച്ചു, പരിഹസിച്ചു, 10 വോട്ട് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം അവിടെയും ഗംഭീര വിജയം ടി കെ ഗോവിന്ദൻ. അതിനു മുമ്പ് തന്നെ ജി സുധാകരൻ പാർട്ടി വിട്ടിരുന്നു. ആലപ്പുഴയിൽ പാർട്ടി വിട്ടിരുന്നു. ജി സുധാകരൻ മത്സരിച്ചു, ഗംഭീര വിജയം. അമ്പലപ്പുഴയിൽ ഗംഭീര വിജയം. അപ്പോൾ ഈ മൂന്ന് സഖാക്കളും എന്ന് പറഞ്ഞാൽ CPM എണ്ണം പറഞ്ഞ സഖാക്കൾ അല്ലെ, 916 പരിശുദ്ധിയുള്ള ആദർശ ശുദ്ധിയുള്ള 3 നേതാക്കൾ, എണ്ണം പറയുന്ന നേതാക്കൾ, വി കുഞ്ഞികൃഷ്ണൻ, ടി കെ ഗോവിന്ദൻ, ടി കെ ജി, പിന്നെ ജി സുധാകരൻ സഖാവ്. ഈ 3 പേരും പാർട്ടിയിലേക്ക് മടങ്ങി വരണം എന്നാണ് ആര് പറയുന്നത്? ജയരാജൻ പറയുന്നത്. എം പി ജയരാജൻ എങ്ങനെ ഒറ്റക്ക് എം പി ജയരാജന്റെ അഭിപ്രായം പറയോ? ഒറ്റക്ക് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു കൂട്ടായ തീരുമാനമാണ്. കാരണം ഇവർക്ക് ഇനിയും MLA വേണം, എങ്കിലേ രാജ്യസഭയിലൊക്കെ സീറ്റ് കിട്ടുള്ളൂ, മത്സരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു 3 MLA പിടിക്കണം. അതുകൊണ്ട് ഇവരെ പ്രലോഭിപ്പിക്കണം. വന്നാൽ നിങ്ങൾ തെറ്റ് തിരുത്തി വന്നാൽ നിങ്ങളെ ഉൾക്കൊള്ളാം. 3 പേരും കർക്കശമായ മറുപടി കൊടുത്തു. ഇന്നലെ തന്നെ ടി കെ ജി പറഞ്ഞു. അതിന്റെ ഇടയിലാണ് എം വി ജയരാജൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് എം വി ഗോവിന്ദൻ അപ്പുറത്തേക്ക് പറയുന്നത്, അയ്യയ്യ ഇവരെ തിരിച്ചെടുക്കില്ല. എന്താണ്? ഇവരെ തിരിച്ചെടുക്കില്ല, ഇവര് വർഗവഞ്ചകരാണ്, ചതിയന്മാരാണ്. നമ്മൾ പാർട്ടി വിട്ടുപോയ ആൾക്കാരെ നമ്മൾ തിരിച്ചെടുക്കും, പക്ഷെ ഈറ്റിങ്ങളെ 3 തിരിച്ചെടുക്കില്ല. കാരണം ഈ 3 പേരും വർഗവഞ്ചകരാണ്. ഏത് വർഗത്തെയാണോ വഞ്ചിച്ചത്? ഗോവിന്ദ. അതിന്ന് ചോദിച്ചത് ആരാണെന്നറിയോ? ഇന്ന് ചോദിച്ചത് ജി സുധാകരനാണ്. ഇന്ന് ജി സുധാകരൻ ചോദിച്ചു. ഇന്നിപ്പോ അത് മാത്രമല്ല ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെ അപ്പം ഗോവിന്ദൻ ഇത്തരം ഒരു പരിഹാസത്തിന് കഥാപാത്രമായിട്ടുണ്ടാവില്ല കേട്ടോ. ജി സുധാകരൻ ചോദിച്ചതാണ്. വർഗവഞ്ചകൻ ഗോവിന്ദനല്ലേ? ഗോവിന്ദനാണ് സ്വന്തം വർഗത്തെ വഞ്ചിച്ചത്, അതല്ലാതെ സുധാകരനല്ല എന്ന് പറയുകയാണ്. പാർട്ടി ഭരണഘടനയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവരല്ലേ വർഗവഞ്ചകൻ? വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ പാർട്ടി ഭരണഘടനയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവരാണ്. അത് അങ്ങനെ പ്രവർത്തിച്ചത് ആരാണ്? എം വി ഗോവിന്ദനാണ്. പാർട്ടി സെക്രട്ടറിയാണ്. അപ്പം ഗോവിന്ദനാണ്. പാർട്ടിയുടെ ഭരണഘടന തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കും ഒപ്പം നിലയുറപ്പിക്കുക എന്ന് പറയുന്ന പാർട്ടിയുടെ ഭരണഘടനക്കെതിരെ പ്രവർത്തിച്ചവൻ ആര്? അപ്പം ഗോവിന്ദനാണ്. എന്നിട്ട് ചോദിക്കാണ്, നാണമില്ലേ അയാൾക്ക് ആ സീറ്റിലിരിക്കാൻ? ഉളുപ്പുണ്ടോ ഗോവിന്ദ ചോദിക്കുകയാണ്. ജി സുധാകരൻ സഖാവ് ചോദിക്കുകയാണ്, നാണമില്ലടോ ചടയൻ ഗോവിന്ദനൊക്കെ ഇരുന്ന ആ കസേരയിൽ ഇരിക്കാൻ നാണം ആകുന്നില്ലടോ അപ്പം ഗോവിന്ദ എന്ന് ചോദിക്കുമ്പോ, എന്റെ അപ്പം ഗോവിന്ദ പോയി തൂങ്ങി ചത്തൂടോ, തനിക്ക് തൂങ്ങി ചത്തൂടെ അല്ലേ? ഇതിൽപ്പൊരു നാണക്കേടുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയോട് ഇങ്ങനെ ഒരു സഖാവ് ചോദിച്ചിട്ടുണ്ടോ? തനിക്കൊക്കെ നാണമാകുന്നില്ലടോ ആ കസേരയിൽ ഇരിക്കാൻ എന്ന് ചോദിക്കുന്നതാൻ. അങ്ങനെ ചോദിക്കാൻ കരളുറപ്പുള്ള നെഞ്ചുറപ്പുള്ള യഥാർത്ഥ സഖാവ് ആരാണ്? ജി സുധാകരനാണ്. ബാക്കി തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ജി സുധാകരൻ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും തിരിയുമോ എന്ന് പറയാൻ മലയാളത്തിൽ ഇംഗ്ലീഷ് കേട്ടാൽ ഇയാൾക്ക് മനസ്സിലാവില്ല. അതാണ് വലിയ രസം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, കേട്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പല ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളും ഇയാൾ തെറ്റി പറയുന്നത്. അപ്പോൾ പറയുകയാണ്, ഇയാൾക്ക് മലയാളം അറിയില്ലാന്നേ. ഇയാൾക്ക് മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല. പാർട്ടി സെക്രട്ടറിക്ക് പറയുന്നത് സഖാവ് ജി സുധാകരനാണ്. അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും തിരിയുമോ? മലയാള ഭാഷയിൽ തെറ്റില്ലാതെ പറയാൻ അറിയാമോ ഇയാൾക്ക്? കോടാനുകോടി വരുന്ന വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമുള്ള ഈ നാട്ടിൽ ജനങ്ങളോട് സംസാരിക്കാൻ ഈ സെക്രട്ടറി കൊള്ളാമോ എന്നാ ചോദിക്കുന്നത് അല്ലേ? കേരളത്തിൽ എത്ര വിദ്യാസമ്പന്നരായ ആളുകളാണ് ഉള്ളത്. അവരോട് സംസാരിക്കാൻ ഈ മണുകുടാഞ്ചന് അഴിയുമോ? ഒരു വിവരമില്ലാത്തവന്, വീണ്ടും ഞാൻ പാണ്ഡ്യാല ഷാജി ഓർമ്മിച്ചു പോവുകയാണ്, ഒരു വകക്ക് കൊള്ളാത്തവന് നാണമാകുന്നില്ല അവിടെ ഇരിക്കാൻ? ഗോവിന്ദൻ വായടയ്ക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അപ്പം ഗോവിന്ദ വായടയ്ക്കുന്നതാണോ തനിക്കൊക്കെ നല്ലത്?
CH കണാരന്റെയും AKG യുടെയും EMS-ന്റെയും കാലത്ത് പാർട്ടിയിൽ വന്നയാളാണ് ഞാൻ. അതെ, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജി സുധാകരൻ പറയാണ്, ഞാനേ ചടയന്റെ കൂടെ EMS-ന്റെ കൂടെ AKG-യുടെ കൂടെ പ്രവർത്തിച്ചവനാണ്. അന്നൊന്നും ഇമ്മാതിരി MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളില്ല, പാർട്ടിയിലില്ല. താൻ എന്നിട്ട് എന്നെ പഠിപ്പിക്കുകയാണ്, എന്നെ വർഗവഞ്ചകൻ, ചതിയൻ എന്ന് വിളിക്കുകയാണ് അല്ലേ. മിണ്ടിപ്പോകരുതാൻ, താൻ മിണ്ടിപ്പോകരുതോ എന്ന് ആജ്ഞാപിക്കുകയാണ് ജി സുധാകരൻ. ഞാൻ ഇന്ന് വരെ ഗോവിന്ദനെതിരെ സംസാരിച്ചിട്ടില്ല. അവസാനം കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തുകയാണ്. എന്താണ് പ്രയോഗം അല്ലേ? കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തുകയാണ് ഗോവിന്ദൻ. ആ ഗോവിന്ദനെയാണ് തൂക്കിയെടുത്ത് എറിയുകയാണ് ജി സുധാകരൻ. ഒരു കാര്യവുമില്ല എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വർഗവഞ്ചകനാണ് എന്ന് പറയുന്ന ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. വർഗത്തെ ആരാണോ വഞ്ചിക്കുന്നത് അയാളാണ് വർഗവഞ്ചകൻ. ഞാൻ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചിട്ടില്ല. ജി സുധാകരൻ പറയുന്നു, ഞാൻ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചിട്ടില്ല. വഞ്ചിച്ചത് ആരാണ്? വഞ്ചിച്ചത് ഈ പറയുന്ന MV ഗോവിന്ദനാണ് തൊഴിലാളി വർഗത്തെ. നമുക്കറിയാലോ, ആശാവർക്കർമാർക്ക് ഇവിടെ സമരം ചെയ്യുമ്പോൾ 255 ദിവസം സമരം ചെയ്യുമ്പോൾ ഈ MV ഗോവിന്ദന്റെ വായിൽ ഇങ്ങനെ പളം തിരികെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ കൃഷിക്കാരെ വഞ്ചിച്ചിട്ടില്ല, ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ജി സുധാകരൻ പറഞ്ഞു, ഞാൻ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഗവഞ്ചകൻ ഞാനല്ല, MV ഗോവിന്ദനാണ്. ഞാനൊരു പാർട്ടിയിലും ചേർന്നിട്ട് പോലുമില്ല. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യു ഡി എഫിന്റെ ഭാഗമാണ്. UDF ചെയ്യുന്ന എല്ലാ നെറികേടുകളും സഹിച്ചിരിക്കുകയാണ്, ചോദ്യം ചെയ്യാതിരിക്കുകയാണ് ഈ സുധാകരൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിനുള്ള മറുപടിയാണ് സുധാകരൻ പറയുന്നത്, ഞാനൊരു പാർട്ടിയിലും ചേർന്നിട്ട് പോലുമില്ല. കോൺഗ്രസ് എന്ന ചെളിക്കുണ്ടിൽ വീണു എന്ന് വേറൊരു പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞു. അതായത് സുധാകരൻ കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിൽ വീണു എന്നാണ് ഒരു PB അംഗം പറഞ്ഞത്. ഞാനൊരു ചെളിക്കുണ്ടിലും വീണിട്ടില്ല. കോൺഗ്രസ് ചെളിക്കുണ്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസും ലീഗും DMK-യും അടങ്ങുന്ന മുന്നണിയിലല്ലേ CPM-ഉം CPI-യും എന്ന് ചോദിക്കുകയാണ്. വല്ല മറുപടി ഉണ്ട് ഗോവിന്ദന് അല്ലേ? ജി സുധാകരൻ കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്നു എന്ന് പറയുമ്പോ സുധാകരൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങള് തൊട്ടടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ നിങ്ങൾ ആരോടൊപ്പമാ? CPM-ഉം CPI-യും ഏത് മുന്നണിയിലാണോ? കോൺഗ്രസിന്റെ, ലീഗിന്റെ, DMK-യുടെ കൂടെയാണ്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയത് അല്ലെ? അവിടെ നിന്ന് ഒരു 2 സീറ്റ്. പിന്നെ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ദയാവായ്പിൽ അവിടെ നിന്ന് ഒരു സീറ്റ്. പിന്നെ സ്വന്തം നിലക്ക് ഒരേ ഒരു സീറ്റല്ലേ കേരളത്തിൽ നിന്ന്? ഒരൊറ്റ സീറ്റല്ലേ പാർലമെന്റിൽ കിട്ടിയിട്ടുള്ളൂ തനിച്ച്? അതല്ലാതെ മുഴുവനും ഔദാര്യമല്ലേ, കോൺഗ്രസിന്റെ ഔദാര്യമല്ലേ എന്ന് കരളുറപ്പോടെ ജി സുധാകരൻ ചോദിക്കുകയാണ്. കേരളത്തിൽ സ്വന്തം ശക്തിയിൽ ഒരു സീറ്റാണ് കിട്ടിയത്. അങ്ങനെ ഒറ്റ സീറ്റിലേക്ക് പാർട്ടിയെ എത്തിച്ച ഗോവിന്ദന് നാണമില്ലേ സംസാരിക്കുന്ന ചോദിക്കുന്നത് അല്ലേ? ഒറ്റ സീറ്റിലേക്ക് അഭിമാനപൂർവ്വം പറയാൻ പാർട്ടിയുടെ ഒരൊറ്റ സീറ്റ്. ആ CPM-ന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അല്ലേ ഒന്ന് ആലോചിച്ചു. എന്നിട്ടാണ് ഒരു ഉളുപ്പും ആരും ഇല്ലാതെ ഈ TV ചാനലിലൊക്കെ വന്നുകൊണ്ട് ഇവർ പാഠം പഠിപ്പിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇവർ പാഠം പഠിപ്പിക്കുകയാണ് അല്ലേ? സ്വന്തം പാർട്ടിക്ക് സ്വന്തം നിലക്ക് ഒരു സീറ്റ്, ബാക്കിയുള്ള 2 DMK-ന്റെ കൂടെ, കോൺഗ്രസിന്റെ കൂടെ, ലീഗിന്റെ കൂടെ. എന്താ ചെയ്യല്ലേ? ഇതാണ് ഞാൻ പറയുന്നത്. ഉളുപ്പ് എന്ന് പറയുന്ന സാധനം അല്ലേ? ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനമില്ലാത്ത ലോകത്തിലെ ഏകവർഗം, അങ്ങനെ തന്നെ പറയണം, അത് CPM ആണ്. ഇങ്ങനെ രാജു പി നായർ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ നിന്ന് ചൊടിച്ചു പോയത്. അഡ്വക്കേറ്റ് അനിൽകുമാർ അയ്യോ ഞങ്ങളെ ഉളുപ്പില്ലാത്തവർ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉളുപ്പില്ലാത്തവരല്ല, ഞങ്ങൾ ഉളുപ്പില്ലാത്തവരാണ്. ഒറ്റ ഉളുപ്പില്ലാത്തവർ എന്ന് പറഞ്ഞാൽ പോലെ ഞങ്ങളെ എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഏതായാലും എന്നിട്ട് പറയുന്നു, പാർട്ടിയെ അറിയാവുന്നവർ വരണം. ഞാൻ LDF-ലും ഇല്ല, UDF-ലും ഇല്ല, ഞാൻ സ്വതന്ത്രനാണ്. നേരത്തെയും സുധാകരൻ സഖാവ് പറഞ്ഞതാണ്, ഞാൻ LDF-ലും ഇല്ല, ഞാൻ UDF-ലും ഇല്ല, ഞാൻ സ്വതന്ത്രനാണ്. മുഖ്യമന്ത്രി സതീശന്റെ നല്ല കാര്യങ്ങളിൽ ഞാൻ നിയമസഭയിൽ വോട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. VD സതീശന്റെ നല്ല കാര്യങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. അതല്ലാതെ എനിക്ക് MV ഗോവിന്ദന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട എന്ന് വളരെ കൃത്യതയോടെ പറയുകയാണ് ജി സുധാകരൻ. പിണറായി വിജയനെ KN ബാലഗോപാലൻ ശകാരിച്ചത് കേട്ടില്ലേ? അതുകൂടി പറയുകയാണ്. പിണറായി വിജയനെ KN ബാലഗോപാൽ നിയമസഭയിൽ ശകാരിച്ചത് കേട്ടില്ലേ? നിയമസഭക്കകത്ത് വെച്ച് പിണറായി വിജയനെ KN ബാലഗോപാൽ ശകാരിച്ചു. 66 വർഷത്തെ പാർട്ടി പാരമ്പര്യമുള്ള പിണറായി വിജയനെ മുൻനിരയിൽ വന്നുകൊണ്ട്
മൈക്കിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ ബാലഗോപാലിനെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ? അല്ലേ? പിണറായി വിജയനെ അധിക്ഷേപിച്ച, നിയമസഭയിൽ അധിക്ഷേപിച്ച, എടോ ഒന്ന് വായ തുറന്ന് വല്ലതും മിണ്ടടോ, താൻ പ്രതിപക്ഷ നേതാവല്ലടോ എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പരിഹസിച്ച പിണറായി വിജയൻ ആകെ വായ തുറന്ന് കുറച്ചു നേരം മിണ്ടാട്ടം മുട്ടിപ്പോയി. പിണറായി വിജയന് തന്റെ നേരെ ആക്രോശിക്കുന്നത് ഇന്നലെ വരെ തന്റെ പെട്ടിതൂക്കിയുമായി നടന്ന കെ.എൻ. ബാലഗോപാലിനാണ് കണ്ണുരുട്ടി തന്നോട് ആജ്ഞാപിക്കുന്നത്. എടോ എന്തെങ്കിലും വായ തുറന്ന് പറയടോ, താനിങ്ങനെ മിണ്ടാതിരിക്കാടോ, താൻ പ്രതിപക്ഷ നേതാവല്ലടോ എന്ന് പറയുമ്പോ ഞെട്ടിപ്പോയ പിണറായി വിജയൻ എന്നിട്ട് ആ കെ.എൻ. ബാലഗോപാലിനെതിരെ വല്ല നടപടി എടുത്തോടോ? പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ, അപ്പം ഗോവിന്ദ പോരെ? ഗോവിന്ദനെ പള്ള നിറച്ചും കിട്ടിയില്ലേ? ഇന്നലെ വി കുഞ്ഞികൃഷ്ണന്റെ അടുത്ത് നിന്ന്, ടി.കെ.ജിയുടെ അടുത്ത് നിന്ന്, ഇന്ന് ദാ ജി സുധാകരന്റെ അടുത്ത് നിന്നും. എന്നിട്ടും പഠിക്കോ ഇയാള്? കാരണം ഇയാൾക്ക് അറിയില്ല ഇയാള് പരിഹാസ്യനാകുകയാണ് താൻ. വെറുതെ ഇളിഞ്ഞ ചിരിയുമായി, വളിഞ്ഞ ചിരിയുമായി, കോമാളി ചിരിയുമായി CPM എന്ന് പറയുന്ന പാർട്ടിയെ എന്താണോ യഥാർത്ഥത്തിൽ ഇന്ന് ആ പാർട്ടിക്ക് അർഹിച്ച, അല്ലെ, ഇന്നത്തെ പാർട്ടിക്ക് അർഹിച്ച സെക്രട്ടറി തന്നെയാണ് അപ്പം ഗോവിന്ദൻ. ഏതായാലും അപ്പം ഗോവിന്ദന് ഇന്ന് രാത്രി ഉറക്കം കിട്ടില്ല. ആ രീതിയിലാണ് ജി സുധാകരൻ കീറിപ്പറിച്ചത്. പക്ഷെ ഉളുപ്പില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇതൊന്നും പ്രശ്നമായിരിക്കില്ല. ഉളുപ്പില്ലാത്തത് കൊണ്ട് അപ്പം ഗോവിന്ദന് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. ഒരു പക്ഷെ സുഖമായിട്ട് ഇന്ന് കിടന്നുറങ്ങും അപ്പം ഗോവിന്ദൻ. കാരണം അത്ര തൊലിക്കട്ടിയാണല്ലോ. അത്ര തൊലിക്കട്ടിയും അത്ര വിവരമില്ലായ്മയുമുള്ള ആളായതുകൊണ്ട് ഒന്നും ചിലപ്പോൾ സംഭവിക്കില്ല. എന്താ ചെയ്യാ? ചിരിച്ചു പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.